നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വർണ്ണവസന്തം വിതറി കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ കാവടി മഹോത്സവം. വലപ്പാട് കുരിശുപള്ളി വളവിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികനായിരുന്ന യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂരിൽ ചരിത്രകാരൻ വേലായുധൻ പടിക്കശ്ശേരിയുടെ നവതി ആഘോഷം നവതിക സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാരമുക്ക് ഗുപ്ത സമാജം ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കാവടി അഭിഷേകം, സന്ധ്യയ്ക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, മഹാകാണിക്ക സമർപ്പണം എന്നിവ നടന്നു. പൂജാ ചടങ്ങുകൾക്ക് മേൽശാന്തി സിജിത്ത് കാർമ്മികത്വം വഹിച്ചു. സമാജം ഭാരവാഹികളായ ടി വി സുഗതൻ, സുധാകരൻ മണ്ടത്ര, സുരേഷ് ബാബു വന്നേരി എന്നിവർ നേതൃത്വം നൽകി. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി കാരമുക്ക് തെക്കുംകര കാവടി ഉത്സവം നടന്നു. പീലിക്കാവടി, പൂക്കാവടി, നാഗസ്വരം എന്നിവ മാറ്റുകൂട്ടി. ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളായ ശശിധരൻ കൊട്ടേക്കാട്ട്, സത്യൻ കളരിക്കൽ, സനീഷ് തോപ്പിലാൽ, മനോജ് വടക്കുമുറി, നിധിൻ മേലേടത്ത്, പ്രസിഡന്റ് ശിലാബാബു മാമ്പുള്ളി, സെക്രട്ടറി വിഷ്ണു കളരിക്കൽ, ട്രഷറർ മോഹിനി തിരുത്തുവിൽ, വൈസ് പ്രസിഡന്റ് ബിനീഷ് കാക്കനാട്ട്, ജോയിന്റ് സെക്രട്ടറി സനീഷ് വാധിയത്ത് എന്നിവർ നേതൃത്വം നൽകി. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തോടനുബന്ധിച്ച് കണ്ടശങ്കടവിലെ വ്യാപാരികളും ചുമട്ട് തൊഴിലാളികളും ചേർന്ന് നടത്തിയ ശ്രീനാരായണ ഭക്തസംഘത്തിന്റെ 42ാമത് കാവടി ആഘോഷം വർണ്ണാഭമായി. വെള്ളിയാഴ്ച രാവിലെ കടവിൽ നിന്നും പൂക്കാവടി, പീലിക്കാവടി, മോഡേൺ ഡാൻസ്, മയിലാട്ടം, ബാൻഡ് സെറ്റ്, നാദസ്വരം, ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ വൈകിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അഭിഷേകത്തോടെ അവസാനിച്ചു. ആഘോഷ പരിപാടികൾക്ക് ശ്രീനാരായണ ഭക്തസംഘം പ്രസിഡന്റ് വി ഷൺമുഖൻ, സെക്രട്ടറി CK സഹേഷ്, ട്രഷറർ AK രാമൻ എന്നിവർ നേതൃത്വം നൽകി.
ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജരും ചരിത്രകാരനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവതികയോടനുബന്ധിച്ച് വേലായുധൻ പണിക്കശ്ശേരിയും ഏങ്ങണ്ടിയൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഒരുമിച്ചുള്ള ചരിത്ര സംവാദ സദസ്സ് ചരിത്രോപാസകനോടൊപ്പം പരിപാടി സംഘടിപ്പിച്ചു. ഏങ്ങണ്ടൂരിലെ പ്രസിദ്ധ ക്ലബ്ബായ BLS ക്ലബിന്റെ സഹകരണത്തോടെ ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ MP സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നവതിക സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഡോക്ടർ EK രാമചന്ദ്രൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച ചടങ്ങിൽ നവതിക സ്വാഗത സംഘം ജോയിന്റ് സെക്രട്ടറി മനോജ് തച്ചപ്പുള്ളി, നാട്ടിക SN കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ജയ PS, BLS ക്ലബ് പ്രസിഡന്റ് OK പ്രൈസൻ മാസ്റ്റർ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ പ്രീത സജീവ്, ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ TR വിജയം, BLS ക്ലബ് സെക്രട്ടറി അനിൽ പണിക്കശ്ശേരി എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ചരിത്ര സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടി വേലായുധൻ പണിക്കശ്ശേരി നൽകി. ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ ചരിത്ര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വേലായുധൻ പണിക്കശ്ശേരിയുടെ കയ്യൊപ്പോടുകൂടിയ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തുടർന്ന് പ്രശസ്ത ചരിത്രകാരനായ വേലായുധൻ പണിക്കശ്ശേരിയും വിദ്യാർത്ഥികളും ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം സുരേന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഫുട്ബോളിലെ നായകന്മാരെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം എത്ര വലിയൊരു ലൂമിനറിയാണ് നമ്മളുടെ നടുവിൽ ജീവിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. ഇത്രയധികം കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗഹനമായ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നമ്മുടെ ചുറ്റിലുമുണ്ട് വളരെയധികം ആളുകൾ, ഇത്തരത്തിൽ ലൂമിനറീസ് ആയിട്ടുള്ള ആളുകൾ. നമ്മൾ അവരെ കണ്ടെത്തണം. അത് കണ്ടെത്താൻ BLS പോലുള്ള സഹോദര കൂട്ടായ്മകൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 106ാമത് വാർഷികാഘോഷവും എൻഡോമെന്റ് വിതരണവും നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ അക്കാദമിക കലാകായിക രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. സിനി സീരിയൽ താരം ലെസ്വിൻ ഉല്ലാസ്, പഞ്ചായത്ത് അംഗം EP അജയ് ഘോഷ്, AEO MA മറിയം, BPC സിന്ധു, KH, PTA പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട്, പ്രിൻസിപ്പൽ അജിത് കുമാർ KT, ഹെഡ്മിസ്ട്രസ് ഷീജ TG, VHSE പ്രിൻസിപ്പൽ സിനി PS, SMC ചെയർപേഴ്സൺ രമ്യ PK, MPTA പ്രസിഡന്റ് സോഫിയ സുബൈർ, PTA വൈസ് പ്രസിഡന്റ് ഫസീല നൌഷാദ്, OSA പ്രതിനിധി ഇക്ബാൽ, AV സുദർശിനി, സ്കൂൾ ചെയർമാൻ റമീസ് KJ, സ്കൂൾ ലീഡർ അതുൽ കൃഷ്ണ എന്നിവർ ആശംസകൾ നേർന്നു. 1922 അതിന്റെ രൂപം മാറി. LP എന്നുള്ളത് കൂടുതൽ സൗകര്യമുള്ള UP സ്കൂളായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാം ഹൈസ്കൂളായി. ആ ഹൈസ്കൂളിന്റെ ഫാദർ മാത്യു തോന്നിക്കൽ അച്ഛനാണ് ഇതിന്റെ സ്ഥാപകനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നാടിനെ സ്നേഹിക്കുന്ന അന്നത്തെ ആളുകളൊക്കെ കൂടിച്ചേർന്നുകൊണ്ടാണ് തുടക്കം മുതൽ ഇന്നത്തെ നിലയിലേക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വന്നത്. വാടാനപ്പള്ളി അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. തലക്കോട്ടുകര അസീസി EMHSS മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു. RCUP സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ ട്രസ്റ്റി വാടകം സന്തോഷ് പണിക്കശ്ശേരി, RCUP സ്കൂൾ പ്രധാനാധ്യാപകൻ ഷാജി ജേക്കബ്, പാരിഷ് ട്രസ്റ്റി CA സോളമൻ, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ് നെല്ലിശ്ശേരി, ഗിരീഷ് മാത്തുകാട്ടിൽ, CT ജിജു വാടാനപ്പള്ളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പക്ഷേ അതിനേക്കാളും ഉപരിയായി ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാലേ അതാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ ഈ അസീസി സ്കൂളിൽ അവരെ ചേർക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ പ്രവർത്തനം മുന്നോട്ട് പോകും. അതിൻ്റെതായ ഒരു ഫോർമേഷൻ അവർക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ പേരൻസും ഈ കുട്ടികളോട് ചേർത്തിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു അത് അവർക്ക് കിട്ടുന്നുമുണ്ട്. നമ്മുടെ സ്കൂളിൽ ചേർക്കുകയാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുക. പലപ്പോഴും അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മുടെ പള്ളിയും മാനേജ്മെന്റുകളൊക്കെ മുന്നോട്ട് പോകുന്നത്.
തൃപ്രയാർ AUP സ്കൂളിന്റെ 123-ാം വാർഷികാഘോഷവും പ്രധാന അധ്യാപിക രജനി ടീച്ചറുടെ യാത്രയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ V മോഹൻദാസ് എൻഡോമെന്റ് വിതരണം നടത്തി. വാർഡ് മെമ്പർ KB ഷൺമുഖൻ, വലപ്പാട് AEO MA മറിയം, BPC സിന്ധു, KHPTA പ്രസിഡന്റ് വിനീഷ് KK, മാതൃസംഗമം പ്രസിഡന്റ് സിജ ജയരാജൻ, മാനേജ്മെന്റ് അംഗം B കൃഷ്ണകുമാർ, മുൻ പ്രധാന അധ്യാപകർ ആയിരുന്ന EV ദശരഥൻ, TK ശിവദാസൻ, OSA പ്രസിഡന്റ് പ്രേംചന്ദ്, SNUPS HM സനീഷ് മാസ്റ്റർ, അധ്യാപകരായ KS സിന്ധു, MB ബിനി, സ്കൂൾ ലീഡർ ആദിൽ എന്നിവർ ആശംസകൾ നേർന്നു. വിരമിക്കുന്ന രജനി ടീച്ചർക്ക് സഹപ്രവർത്തകരും രക്ഷിതാക്കളും കുട്ടികളും അതിഥികളും ഉപഹാരങ്ങൾ നൽകി. രജനി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. ശ്രീനാഥ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി. ഈ പ്രദേശത്തൊന്നും 123 വയസ്സ് പിന്നിട്ട് ആരുമില്ല. ഒരു വിദ്യാലയം 123 വയസ്സെന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു മുത്തശ്ശന്റെ പ്രൗഢിയോടുകൂടിയാണ് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇന്ന് കാരണവന്മാരുടെ എണ്ണം കുറയുക. പ്രായം ചെന്നവർ ഏത് വീട്ടിലും മുതിർന്ന പ്രായം ചെന്നവരുണ്ടാവുന്നത് വീടിന് നല്ല ഐശ്വര്യമാണ്. നല്ല അമ്മൂമ്മ ഉണ്ടാവാൻ, അപ്പാപ്പൻ ഉണ്ടാവാൻ, അച്ചാച്ചൻ ഉണ്ടാവാൻ, വില്ലുപ്പൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ വീടിനൊരു ഐശ്വര്യമാണ്. വീട്ടിൽ എപ്പോഴും പ്രായമുള്ളവരുണ്ടായാൽ അവരുടെ അനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും ഗുരുവായി മാറും. ഇനിയൊരു ഇടവേള. കാൽ നൂറ്റാണ്ടായി കേബിൾ TV രംഗത്ത് കേരളക്കരയിൽ നിറസാന്നിധ്യമായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14-ാം തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ. ഫെബ്രുവരി 8 പ്രതിനിധി സമ്മേളനം VA വർഗീസ് നഗർ, ചാലക്കുടി ടൗൺ ഹാൾ. ഫെബ്രുവരി 9 പൊതുസമ്മേളനം TV വിനോദ് കുമാർ നഗർ, ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ട്. മന്ത്രിമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, COA ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14-ാം തൃശൂർ ജില്ലാ സമ്മേളനം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. COA എന്നും ജനങ്ങൾക്കൊപ്പം. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ത്തിലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും
ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. വലപ്പാട് കുരിശുപള്ളി വളവിൽ കണ്ടെയ്നർ ലോറി സ്കൂട്ടറിലിടിച്ച് യുവാവ് മരിച്ചു. നാട്ടിക പള്ളം ബീച്ച് സ്വദേശി ആറുകെട്ടി വീട്ടിൽ പരേതനായ പുഷ്പാങ്കദന്റെ മകൻ 26 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ആനവിഴുങ്ങിയിൽ മണപ്പുറം മാഫാമിലെ ജീവനക്കാരനായ മിഥുൻ സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. കുരിശുപള്ളി വളവിൽ കണ്ടെയ്നർ ലോറി മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ മറ്റൊരു വാഹനം വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്താൻ ശ്രമിക്കുന്നതിനിടെ ലോറിയിൽ തട്ടി പിറകിലിരുന്ന മിഥുൻ ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. ഇരുകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നുച്ചയോടെയായിരുന്നു മരണം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് സഫർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തളിക്കുളം ലയൺസ് ക്ലബിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്റർനാഷണൽ പ്രൊജക്റ്റായ യൂത്ത് എംപവർമെൻറ്റ് തളിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കി. പ്രൊഫസർ TK സതീശൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. പ്രസിഡന്റ് TN സുഗതൻ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി BN ദിലീപ്, ജില്ലാ ചെയർപേഴ്സൺമാരായ PS ഉണ്ണികൃഷ്ണൻ, CK അശോകൻ, ട്രഷറർ MD രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വെച്ചുകൊണ്ട് നിങ്ങൾ ആ സമയം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി എഞ്ചിനീയറിംഗ് കഴിഞ്ഞോട് കൂടിയിട്ട് നല്ല എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിനോ എഞ്ചിനീയറിംഗ് ആണ് കുറേ കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത്. മെഡിസിൻ ഭയങ്കര അത്രയും ഒരു ആ പഴയ കാലത്ത് ഒരു വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം വളരെ കുറച്ച് സമയമുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ IIT-യിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുള്ളത് ആന്ധ്രാപ്രദേശാണ്. ഇപ്പോൾ നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട്, വേട്ടുവന്ത്ര, താണിശ്ശേരി, വെൽവെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ മഹാഗണപതി ഹോമം, നിർമ്മാല്യ ദർശനം, ഉഷപൂജ, വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ വേണുഗോപാലൻ തട്ടുപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. മുറ്റിച്ചൂർ പള്ളിപ്പറമ്പിൽ മുത്തപ്പൻ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ തോറ്റംപാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ പ്രഭാതപൂജ, മുത്തപ്പന് രൂപക്കളം എഴുന്നള്ളിപ്പ്, തുടർന്ന് ഗിരീഷ് മുരിയാട്, അജീഷ് മുരിയാട് എന്നിവരുടെ നേതൃത്വത്തിൽ കളംപാട്ട് നടന്നു. വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, ദീപാരാധന എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ ചെമ്പോലപ്പുറത്ത് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ഷൈൻ കേശവൻ, രാധാകൃഷ്ണൻ, ശങ്കരനാരായണൻ, വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. അഞ്ജന എന്ന വെണ്ണവെങ്കിടാവിന്റെ ഉദിരത്തിൽ കൊണ്ട് നിത്യവിദ്യമതിയായുള്ളെന്ന് അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു പറഞ്ഞു കാണുന്ന കാലോ. മൂലം കൊണ്ട് അച്ഛനായിരിക്കുന്നല്ലോ ഇനി ഏത് രൂപണ്ണം കഴിവിനെ ചെയ്യണം എന്നോണം അഞ്ജനന്റെ വായു ഭഗവാൻ നേടി വെളിപകരുന്നല്ലോ. താന്യം മണ്ഡലം പ്രവാസി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടത്തി.
അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് UI ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദിത്യൻ CVA ATC ജംഗ്ഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് താനി മണ്ഡലം പ്രസിഡന്റ് ലോയിസ് താനിക്കൽ അധ്യക്ഷത വഹിച്ചു. KPCC വിചാർ ജില്ലാ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡ്രോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ പ്രദേശത്ത് നമുക്കൊരു ഗ്രാമാന്തരീക്ഷമാണ്. നമുക്ക് മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വരുമാനത്തിൽ നിന്നും മകൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ള വിഷയം എടുത്ത് പഠിക്കാനും അതുപോലെ തന്നെ അതിൽ പ്രാവീണ്യം നേടിക്കൊണ്ട് ഇപ്പം ആദ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SSLCയിൽ +2 ഒരു പൊടിക്കാണ് മിസ്സായത്. 4A+ അപ്പോഴും ഉണ്ട്. അപ്പം ആ മാർക്കിൻ്റെ ശതമാനത്തിൽ ഇപ്പോൾ ചില വിഷയത്തിൽ 1% 2% ഒക്കെ പോകുമ്പോഴാണ് ആ ഒരു വിഷയം വന്നിട്ടുണ്ടാവുക. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ നിന്നൊക്കെ മാറി പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോയി ഇതിന്ന് ആ പഠിച്ച വിഷയത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ടാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. അപ്പോൾ നല്ല താനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ആൽട്രിൻ ജോസ്, വിൻസെന്റ് വെള്ളാറ്റുകര, ഉക്രു പുലിക്കോട്ടിൽ, വില്ലി പട്ടത്താനം എന്നിവർ പ്രസംഗിച്ചു. വിൻസെന്റ് കുണ്ടുകുളങ്ങര, തോമസ് AV, പോൾ PV, തോമസ് KV, വിൽസൺ PO എന്നിവർ നേതൃത്വം നൽകി. ചേതംകുളം വാസൻ രാജി ദമ്പതികളുടെ മൂത്ത മകനാണ് ആദിത്യൻ. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ പള്ളി ഉണർത്തൽ, മഹാഗണപതി ഹോമം, അഭിഷേകം, ശിവേലി, ഉച്ചപൂജ, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, വെടിക്കെട്ട്, വർണ്ണമഴ, രാത്രി തിരു ആറാട്ട്, താലമേള, വാദ്യഘോഷത്തോടുകൂടി തിരിച്ചെഴുന്നള്ളിത്ത്, കൊടിയിറക്കൽ, ഗുരുതി തർപ്പണം എന്നിവയും നടന്നു. കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഞാറയ്ക്കൽ സുകുമാരൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തി പ്രശോഭ് സഹകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2023-2024 സംരംഭക വർഷം 2.0 ആയി പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് തളിക്കുളം പഞ്ചായത്ത് പരിധിയിൽ നവസംരംഭകർക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള 2024 തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. 2023-24 ലോൺ ലൈസൻസ് സബ്സിഡി മേള തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PH സജിത ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രസ്തുത പരിപാടിയിൽ വിവിധ ബാങ്ക് പ്രതിനിധികൾ ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാടാനപ്പള്ളി, ഇന്ത്യൻ ബാങ്ക് വാടാനപ്പള്ളി, പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തളിക്കുളം എന്നിവർ പങ്കെടുത്തു. സംരംഭകർക്ക് അനുവദിച്ച വിവിധ MSME വായ്പകൾ, PME GEP വായ്പകൾ എന്നിവ വിതരണം ചെയ്തു. കൂടാതെ സംരംഭകർക്ക് ആവശ്യമുള്ള ലൈസൻസ് സബ്സിഡി അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു. MSME ലോൺ അനുവദിച്ചത് ഫാത്തിമ ഇക്ബാൽ, പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തളിക്കുളം, ആഷിഖ് കുഞ്ഞി മുഹമ്മദ്, ഇന്ത്യൻ ബാങ്ക് വാടാനപ്പള്ളി, CK തിലകൻ, ഫെഡറൽ ബാങ്ക് വാടാനപ്പള്ളി. സബ്സിഡി അനുവദിച്ചത് സൗദാമിനി, പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തളിക്കുളം, സാലിഹ യൂസഫിന് വിതരണം ചെയ്തു. ശലേഖ FSSAI രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കൂടാതെ സോനു, രേഷ്മ, ഷംന, ലേഖ, സന്ധ്യ, ബിന്ദു എന്നിവർക്ക് ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു.
മേളയോടനുബന്ധിച്ച് സംരംഭകർക്ക് അവരുടെ സംരംഭങ്ങൾക്ക് ആവശ്യമുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസും നടത്തി. അതിനോടൊപ്പം വ്യവസായ വകുപ്പിന്റെ ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിംഗ് ക്ലാസും നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കല ടീച്ചർ ഭഗീഷ് പൂരാടൻ, വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, ഷിജി CK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് വ്യവസായി ഓഫീസർ നവ്യ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വ്യവസായിക ഇൻചേൺ EM ധന്യ ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പലരും ഇതിന്റെ പേപ്പർ വർക്കിനായിട്ട് ഇറങ്ങും, പക്ഷെ കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ ചെയ്യേണ്ടി വരുന്നുള്ള ഒരു മടുപ്പ് കാരണം പലരും അതിൽ നിന്ന് പിൻവലിയാറാണ് പതിവ്. പലപ്പോഴും അതിന് ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യും. പക്ഷെ ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്താനായിട്ട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര കായിക സമ്മേളനത്തോടനുബന്ധിച്ച് സ്പോർട്സ് ഫോർ എവരിവൺ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും ആവേശകരമായ ഫുട്ബോൾ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ജീവനക്കാരുടെ ടീമിനെ 1-4 ഗോളുകൾക്ക് മെമ്പേഴ്സ് ടീം പരാജയപ്പെടുത്തി. ആവേശകരമായ മത്സരത്തിൽ 7ാം വാർഡ് അംഗം ദിൽ ദിനേശൻ ഹാട്രിക് നേടി ജീവനക്കാരുടെ ടീമിനു വേണ്ടി. സെക്രട്ടറി AL തോമസ് ആശ്വാസ ഗോൾ നേടി. വനിതാ ജീവനക്കാരുടെ മത്സരത്തിൽ വനിതാ ജനപ്രതിനിധികളുടെ ടീം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-5 ഗോളുകൾക്ക് ജീവനക്കാരെ പരാജയപ്പെടുത്തി. കായികക്ഷമതയുള്ള ഒരു യുവത്വത്തെ വാർത്തെടുക്കുന്നതിനു വേണ്ടി നമ്മുടെ LDF സർക്കാർ ഒരു പദ്ധതി, വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള മത്സരങ്ങൾ ഇവിടെ നടന്നു. വനിതാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വനിതാ മെമ്പർമാരും ആയിട്ടുള്ള ഒരു സമനിലയിൽ അവസാനിച്ചു ടൂർണമെൻറ്റ്. അതുപോലെ തന്നെ പുരുഷ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മെമ്പർമാരും തമ്മിലുള്ള ഒരു മത്സരം വളരെ ഭംഗിയായിട്ട് നടന്നു. അതിൽ നമ്മുടെ മെമ്പർമാർ കിരീടം ചൂടി. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ നല്ല കായികക്ഷമതയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ തന്നെയാണ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് റോഡ് പുലിക്കോട്ടിൽ ജോർജ് 83 വയസ്സ് അന്തരിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ, CPIM IK നഗർ ബ്രാഞ്ച് അംഗം, വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ, KSTA KSSP യൂണിയൻ പ്രവർത്തകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4-ന് വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ. ഭാര്യ പരേതയായ ബോബി. വലപ്പാട് കോതകുളത്ത് വാഴൂർ ഭാനുമതി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. പരേതനായ നരേന്ദ്രൻ ഭർത്താവാണ്. സന്തോഷ്, സതീഷ്, ഗിരീഷ്, സന്ധ്യ എന്നിവർ മക്കളും, ഷെട്ടി, സുജിത, പ്രസിദ്ധ, മുരളീധരൻ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വർണ്ണവസന്തം വിതറി കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ കാവടി മഹോത്സവം. വലപ്പാട് കുരിശുപള്ളി വളവിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികനായിരുന്ന യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂരിൽ ചരിത്രകാരൻ വേലായുധൻ പടിക്കശ്ശേരിയുടെ നവതി ആഘോഷം നവതിക സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.